ഈ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാക്കുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ കേരളം വിട്ടുനിൽക്കും എന്നാണ് നമ്മളെല്ലാവരുടെയും ബോധ്യം. എന്നാൽ ആ ബോധ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാനത്തെ തപാൽ ഓഫീസുകളിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടിയിൽ ഗണഗീതം പാടണമെന്ന് BMS യൂണിയൻ്റെ ആവശ്യം ഉയർന്നു. ഇതിനെതിരെ പ്രതിഷേധം വന്നതോടെ ജീവനക്കാരുടെ കൂട്ടായ്മകൾ പോസ്റ്റ് ഓഫീസുകളിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷം തന്നെ റദ്ദാക്കാൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തീരുമാനിച്ചു അത്രേ. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികൾ അടങ്ങുന്ന കരോൾ സംഘത്തിന് നേരെ സംഘപരിവാർ ആക്രമണമുണ്ടായി. ഈ അക്രമി സംഘത്തെ ന്യായീകരിച്ചാണ് BJP നേതാക്കൾ രംഗത്ത് വന്നത്. കരോൾ സംഘങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അവർ പൊതുവായി മദ്യപിക്കാറുണ്ടെന്നും മാന്യതയില്ലാത്ത രീതിയിലാണ് കരോൾ നടന്നതെന്നുമുള്ള ന്യായീകരണങ്ങളാണ് ചില മുതിർന്ന നേതാക്കളായവർ തന്നെ നിരത്തിയത്. അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ RSS അനുകൂല സംഘടനകളിൽ നിന്ന് സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ചില സ്കൂളുകൾ ആഘോഷങ്ങൾ ഒഴിവാക്കി വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ നടത്തുന്നവർക്കെതിരെയും മതപരമായ വിവേചനം കാട്ടുന്ന സ്കൂളുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നു എന്നത് ഗൗരവമായാണ് കാണുന്നത്. ഭരണഘടന അനുവദിച്ച് നൽകുന്ന മൗലികാവകാശങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ ബഹുസ്വരതയോടും സഹവർത്തിത്വത്തോടും വിപ്രതിപത്തി വെച്ച് പുലർത്തുന്ന കൂട്ടരാണ് സംഘപരിവാർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്രിസ്മസിന് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. 2025 ഏപ്രിൽ 4 RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തിനെ പരാമർശിച്ചുള്ള ലേഖനം പ്രത്യക്ഷപ്പെട്ടതും RSSൻ്റെ ഉള്ളിലിരിപ്പ് കാട്ടിത്തന്ന സംഭവമായിരുന്നു. അപരമത വിദ്വേഷം പടർത്തി മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ നമ്മുടെ നാട് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇത് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭം കൂടിയാണ് ഈ ക്രിസ്മസ് പുതുവത്സര വേള. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് വാളയാറിലെ കൊലപാതകം. ആ ഹീന സംഭവത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫലപ്രദമായ അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ നടക്കുമെന്നതാണ് പറയാനുള്ളത്. അപരവിദ്വേഷത്തിൻ്റെ ആശയങ്ങളിൽ പ്രചോദിതരായ ഒരു സംഘം ആളുകളാണ് പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാംനാരായൺ ബാഗേലിനെ കൊലപ്പെടുത്തിയത്. പ്രതികളിൽ ചിലർ ക്രിമിനൽ പശ്ചാത്തലവും വർഗീയ മനസ്ഥിതിയുമുള്ളവരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടത്തി വിജയിപ്പിച്ച
ആൾക്കൂട്ട ഹിംസയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുകയാണ്. കേരളം അതിന് പറ്റുന്ന മണ്ണല്ല എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ എന്ന് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ ചാപ്പകുത്തുകയും ചെയ്തു. ആരെയും കടന്നാക്രമിക്കാൻ ഇത്തരം ചാപ്പകുത്തലുകൾ ആയുധമാക്കുന്നത് ഉത്തരേന്ത്യയിലാണ് നാം മുൻപ് കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാമെന്നത് സംഘപരിവാറിൻ്റെ സ്വപ്നമാകാം. രാംനാരായൺ ബാഗേൽ കൊല്ലപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കുടുംബത്തെ സംരക്ഷിക്കാനാണ് ആ ചെറുപ്പക്കാരൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ എത്തിയത്. 2 കുഞ്ഞുങ്ങളും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ബാഗേൽ കൊല്ലപ്പെട്ടതോടെ ആശ്രയമില്ലാത്തവരായി. ആ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 30 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭാര്യയ്ക്കും അമ്മയ്ക്കും 5 ലക്ഷം രൂപ വീതവും 2 മക്കൾക്ക് 10 ലക്ഷം രൂപ വീതവുമാണ് നൽകുക. മക്കളുടെ പേരിലുള്ള 20 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി നൽകും. അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ മക്കളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അമ്മയ്ക്ക് നൽകാനും തീരുമാനിച്ചു. മറ്റൊരനുഭവവും ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ സ്വദേശി ദുർഗാ കാമിനിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ചാത്തന്നൂർ സ്വദേശി ഷിജിയുടെ ഹൃദയമാണ് ദുർഗാ കാമിനിക്ക് നൽകിയത്. നേപ്പാൾ സ്വദേശിക്ക് ഹൃദയം നൽകിയത് ഒരു മലയാളി. അതിന് നേതൃത്വം നൽകിയത് സർക്കാർ ആശുപത്രിയിലെ മലയാളി ഡോക്ടർമാർ. ഹൃദയവുമായി പറന്നത് സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ. ഹൃദയം മാറ്റിവെക്കേണ്ട വ്യക്തിയുടെ ഭാഷയോ മതമോ ലിംഗമോ രാജ്യമോ നോക്കിയാണോ നമ്മൾ ഇത് ചെയ്തത്? ഇതാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മഹനീയത, സാഹോദര്യം, മാനവിക മൂല്യം, മാനുഷിക സ്നേഹം. കേരളം അതിൻ്റെ സംസ്കാരം എടുത്തു കാണിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നശീകരണ മനസ്സുള്ളവർ ആ നന്മയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജാഗ്രത കൂടുതൽ ശക്തമാക്കണം എന്നാണ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് RSS ആണ് എന്നത്. RSSന് ഒരു കാലത്തും കീഴടക്കാൻ പറ്റാത്തതാണ് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ മതേതര മനസ്സ്. വർഗീയ പ്രചാരണം, വിദ്വേഷം വളർത്തൽ, കലാപം സൃഷ്ടിക്കൽ, ഇതൊക്കെ കേരളത്തിൽ RSS പ്രയോഗിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘശാഖകൾ ഇവിടെ ഉണ്ടാക്കി എന്ന് അഹങ്കരിച്ചു. പക്ഷേ നാടിൻ്റെ പിന്തുണയോ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗത്തും സ്വന്തമാക്കി എന്ന് RSS അഹങ്കരിക്കുന്ന വിജയങ്ങളും അവർക്കുണ്ടായില്ല. അങ്ങനെയുള്ള പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും നൈരാശ്യത്തിൻ്റെ ചരിത്രം മാറ്റാനാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരം എന്ന ആയുധം അവർ പ്രയോഗിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ ബന്ധങ്ങൾ എങ്ങനെ ആകാൻ പാടില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നീക്കവും. മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വെക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നത്. ഇതിലേറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരിഗണിച്ചുകൊണ്ട്
2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചത്. ഗ്യാരണ്ടിയും വായ്പയും രണ്ടാണെന്ന് 1999 റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കിഫ്ബിക്ക് നൽകുന്ന ഗ്യാരണ്ടിയെ സംസ്ഥാനത്തിൻ്റെ വായ്പയായി ബോധപൂർവം കണക്കാക്കുന്ന വികലമായ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വായ്പാ പരിധി വെട്ടിക്കുറവ്. കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി 2025 ഒക്ടോബർ 9 കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമന് വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ നിഷേധാത്മകമായ നിലപാടാണ് തുറന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പല അപേക്ഷകളും തീരുമാനമാകാത്ത കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലും വിഭവ സമാഹരണത്തിലും വൻപിച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 2021 മാർച്ചിൽ 47,000 കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം ഇപ്പോൾ ഏകദേശം 80,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് കേവലമൊരു നേട്ടമല്ല, മറിച്ച് ചിട്ടയായ ധനമാനേജ്മെൻറ്റിൻ്റെ ഫലമാണ്. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരോഗതിയെ അപ്രസക്തമാക്കും വിധം അർഹമായ വിഹിതം നിഷേധിച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനം ഉന്നയിച്ച GST സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഗണ്യമായി പരിമിതപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ GST നിരക്കുകളിൽ വരുത്തപ്പെട്ട മാറ്റങ്ങൾ, റേറ്റ് റേഷണലൈസേഷൻ, ഇതുമൂലം വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം 8,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ ആഘാതം ചെറുതല്ല. നഷ്ടപരിഹാരം ഇപ്പോൾ നിലവിലില്ല. ഇതിനു പുറമെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായ തിരിച്ചടികൾ, പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റുമതി മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത്. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ 2,500 കോടി രൂപയുടെ അധിക വാർഷിക നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലാണ് IGST സെറ്റിൽമെൻറ്റിൻ്റെ പേരിൽ 965 കോടി 16 ലക്ഷം രൂപ മുൻകൂർ വിനിയോഗം ക്രമീകരിച്ചു എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് 2025 ഏപ്രിലിൽ വെട്ടിക്കുറച്ചത്. IGST വിഹിതത്തെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ ഇത് നമ്മുടെ ധനപരമായ നിലയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നടത്തുന്ന ഈ ഏകപക്ഷീയമായ തിരിച്ചുപിടിക്കലുകൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ആസൂത്രണത്തെ തന്നെ തകിടം മറിക്കുന്നതുമാണ്. കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യമാകും. 11ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 3.05% കേരളത്തിൻ്റെ വിഹിതം. 15ാം കമ്മീഷനായപ്പോഴേക്ക് 1.92% കുറഞ്ഞു. 4 വർഷം മുൻപ് വരെ സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 45% കേന്ദ്ര സർക്കാർ
നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നത് 25 മുതൽ 30% ഇടിഞ്ഞു. അതായത് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 70 മുതൽ 75% വരെ സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് നേരെ തിരിച്ചാണ് അനുഭവം. ചുരുക്കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി കേന്ദ്രം മാറ്റുകയാണ്. ഭരണഘടനയുടെ 293(3) വകുപ്പിനെ കേന്ദ്ര സർക്കാർ ഇന്ന് കേരളത്തിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിക്കുന്നത്. കിഫ്ബി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ ഏജൻസികൾ വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുകയെ സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി കണക്കാക്കുന്ന വിചിത്രമായ വാദമാണ് കേന്ദ്രം ഉയർത്തുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 3,40,000 കോടി രൂപയുടെ കടം കേന്ദ്രത്തിൻ്റെ കടത്തിൽ കൂട്ടില്ലെന്ന് പറയുന്ന അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ കിഫ്ബിയുടെ വായ്പയുടെ പേരിൽ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത്.